ഇത് ഗ്രേവി മെഷീനാണ്. ഗ്രേവി മെഷീനിൽ തന്നെ നമുക്ക് 1.5 HP മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ട്. 1.5 HP, 2 HP, 3 HP, പിന്നെ 5 HP അങ്ങനെ വരുന്നുണ്ട്. ഇത് ഫുള്ള് SS-ൻ്റെ മെഷീനാണ് വരുന്നത്. വലിയ ഹൂപ്പറും 2 HP കോപ്പർ വൈൻഡഡ് മോട്ടറാണ് ഇപ്പോൾ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ ഈ ചേമ്പർ കണ്ടിട്ടില്ല ഞങ്ങളിതാ, നല്ല ഹെവി ആയിട്ടുള്ള ടീത്തും നല്ല ബീറ്ററും ഒക്കെ ഉള്ള ഹെവി ആയിട്ടുള്ള ചേമ്പറും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ നല്ല സ്ട്രക്ചറൊക്കെ നല്ല SS-ൻ്റെ നല്ല രസം വൃത്തിയുള്ള ഒരു സ്ട്രക്ചറൊക്കെ ആയിട്ട് സ്ട്രോങ്ങും വൃത്തിയുണ്ട് ഇതിന്. പിന്നെ അതിൽ വരുന്നത് ഇതാ നമുക്കിപ്പോൾ 4 സൈസ് ജാലി വരുന്നുണ്ട്. അരിപ്പ എന്ന് പറയില്ല, ജാലി മെഷ്, ഇങ്ങനെ 4, അതായത് നൈസ്, പിന്നെ അതിലും കുറച്ച് തരി കൂടിയ ഇതിപ്പോൾ ഇതിൻ്റെ ഉപയോഗം എന്താ വെച്ചാൽ ഗ്രേവിക്കാണ് ഇതിപ്പോൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ഗ്രേവിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ആക്കുക, അതുമാതിരി തന്നെ ഉള്ളി തക്കാളി പേസ്റ്റ് ആക്കുക, അതിന് പുഴുങ്ങിയ പച്ചമുളക് ഇതൊക്കെ അരച്ചെടുക്കുക. ഹോട്ടൽ കാറ്ററിംഗ് ആവശ്യങ്ങൾക്കാണ് ഇത് കൂടുതൽ ഉപയോഗപ്പെടുന്നത്. അതിൻ്റെ പുറമെ തന്നെ അത്യാവശ്യം നൈസില്ലാത്ത പൗഡറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഡ്രൈ പൗഡറും കൂടെ അതിൽ ചെയ്യാൻ പറ്റും. പിന്നെ അതുമാതിരി തന്നെ ഫ്രൂട്ട്സൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് പേസ്റ്റ് ചെയ്തെടുക്കാം. നല്ല നൈസ് കിട്ടില്ല, പക്ഷേ ഒരു അത്യാവശ്യം പേസ്റ്റായിട്ട് എടുക്കാൻ, വലിയ ജാലി ഇട്ടിട്ടൊക്കെ അത്യാവശ്യം പേസ്റ്റായിട്ടൊക്കെ എടുക്കാൻ പറ്റും. അപ്പോൾ ഈ മെഷീൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് തന്നെ ഹോട്ടലുകാരാണ് കൂടുതൽ ഉപയോഗിക്കുന്നത് കാറ്ററിംഗ് ഒക്കെ ആവശ്യത്തിന്. ഇതിൻ്റെ വലിയ ഹ്യൂജ് ആയിട്ടുള്ള 5 HP മോട്ടർ വരെ മെഷീൻ വരെ ഉണ്ട്. 5 HP എന്ന് പറയുമ്പോൾ നമുക്ക് 3 ഫേസ് വരും. ഇതൊക്കെ സിംഗിൾ ഫേസാണ്, നമുക്ക് നമ്മളെ വീട്ടിലെ കറണ്ടിൽ തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന മെഷീനാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഓപ്പറേഷൻ. ഞാൻ അതിൻ്റെ കാണിച്ചു തരാം ഇതിൻ്റെ എങ്ങനെയാണ്. ഓക്കെ, വരും മെഷീടുന്നത് ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടില്ലേ, വളരെ എളുപ്പമാണ്, ഒന്നുമില്ല. ഇവിടെ ഈ ഒരു ബിറ്റ് 2 എൻഡ് ഉണ്ടല്ലോ, ആ എൻഡിൽ കറക്റ്റായിട്ട് ഫിക്സ് ചെയ്യുക, വെച്ച് അമർത്തി കൊടുക്കുക, അത്ര തന്നെ ഉള്ളൂ. സീറ്റിംഗ് ആവുന്ന വരെ. ഓക്കെ, സീറ്റിംഗ് ആയി കഴിഞ്ഞാൽ ഈ സാധനം അടയ്ക്കുക. ഈ സാധനം അടച്ചിട്ട് ഇത് ലോക്ക് ചെയ്യുക, പിന്നെ ഓൺ ചെയ്യാം. ഓൺ ചെയ്യുക എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഇവിടെ സ്വിച്ച് ഉണ്ട്, നമുക്ക് MCBയുടെ സ്വിച്ച് ഉണ്ട്, അത് ഓൺ ചെയ്യുക, വർക്ക് ചെയ്യും. നമ്മൾ മുകളിൽ നിന്ന് ഫീഡ് ചെയ്ത് കൊടുത്താൽ അരഞ്ഞ് താഴത്തേക്ക് ഇങ്ങോട്ട് വന്നോളും. എന്ത് സാധനമായാലും പേസ്റ്റായിട്ട് അരഞ്ഞ് വന്നോളും. ചിലതൊന്നും വരില്ല. അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ വലിയ നാര് അധികമുള്ള സാധനമൊക്കെ എന്നുണ്ടെങ്കിൽ ഫൈബർ കൂടുതലുള്ള സാധനങ്ങളൊന്നും വരില്ല. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ വലിയ മെഷീൻ ഇട്ട് കൊടുത്താൽ അങ്ങോട്ട് പോകുന്നുള്ളൂ. ഓക്കെ.